എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. പി കെ ഫിറോസ് പുറത്തുവിട്ട ഫോൺ സംഭാഷണം യൂത്ത് ലീഗ് നേതാവിനോട് താൻ സംസാരിച്ച കാര്യങ്ങളാണെന്ന് കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു. മുസ്ലിം ലീഗിന് സാമ്പത്തിക കുറ്റം ഹറാമല്ല, ഹലാലാണെന്നും കുഞ്ഞാലിക്കുട്ടിയും ഫിറോസും അടക്കമുള്ളവർ ജയിലിലെത്തിയാൽ അവരുടെ സുഖവിവരം അന്വേഷിക്കാനേ തനിക്ക് ജയിലിൽ പോകേണ്ടി വരികയുള്ളൂവെന്നും കെ ടി ജലീൽ എം എൽ എ തിരൂരിൽ പറഞ്ഞു. തന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ട സംഭവത്തിലാണ് കെ ടി ജലീൽ എം എൽ എ പ്രതികരിച്ചത്. തിരുവേഗപ്പുറയിലെ യൂത്ത് ലീഗ് നേതാവിനോടാണ് താൻ സംസാരിച്ചത്. അദ്ദേഹം വിളിച്ചപ്പോൾ മറുപടി പറഞ്ഞതാണ്. തന്നെ വിളിച്ചു എന്ന കാരണത്താൽ അയാൾക്കെതിരെ ലീഗ് നടപടിയെടുത്തതായും സ്ഥാനത്ത് നിന്ന് നീക്കിയതായും കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു. യൂത്ത് ലീഗിന്റെ തിരുവേഗപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോടാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹമാണ് അത് റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. എനിക്ക് ഫോൺ ചെയ്ത് കാരണം ഇവനല്ല യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്തത്. അത് ഇവന്റെ സ്പീക്കർ ഫോണിലിട്ടിട്ട് ഓൻ സംസാരിച്ചു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് നിൽക്കണവനാണ് അത് റെക്കോർഡ് ചെയ്തത്. അതതിന് വ്യക്തമാണ്. കാരണം എൻ്റെ സംഭാഷണം സാധാരണ ഇപ്പം നമുക്കുള്ളൊരു ഫോണിൽ നിന്ന് നമ്മളത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ നല്ല വ്യക്തതയോട് കൂടി കിട്ടും. ഇത് അങ്ങനെയല്ലല്ലോ കിട്ടിയത്. അപ്പോൾ തിരുവേഗപ്പുറ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സുഹൈലിനെ അവരിപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. അവർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഈ ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. താങ്കൾ ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയും പി കെ ഫിറോസും ഉൾപ്പെടെയുള്ളവർ ജയിലിലെത്തിയാൽ അവരുടെ സുഖവിവരം അന്വേഷിക്കാനേ തനിക്ക് പോകേണ്ടി വരികയുള്ളൂവെന്നും ജലീൽ പറഞ്ഞു. ഞാൻ ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പോയതിന്റെ ശേഷം ഞാൻ പോവുള്ളൂ. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അല്ല, അത് വേണ്ട. അത് ഫിറോസും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഓലെ സന്ദർശിക്കാനേ എനിക്ക് പോകേണ്ടി വരുള്ളൂ. ഓൽക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മണ്ഡലം എം എൽ എ എന്നുള്ള നിലയിൽ എം എൽ എ എന്നുള്ള നിലയ്ക്ക്, അല്ലാതെ ജയിലിൽ പോട്ട കാര്യങ്ങൾ നമ്മൾ മുമ്പും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല്ല. അതെ 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 ലീഗർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ 3 ആൾ പോയില്ലപ്പോൾ. നമ്മുടെ ആരിസ് പോയി, അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ ഭർത്താവ് പോയി, പിന്നെ തെന്നലിന്ന് 3 ആൾ പോയി അല്ലേ? തെന്നലിന്ന് 3 ആൾ പോയി. പിന്നെ ഇനിയിപ്പോ അടുത്തത് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മൂപ്പരിങ്ങനെ ഇന്നോ നാളെ എന്നുള്ള നിലക്ക് നിൽക്കുക. വൈസ് പ്രസിഡന്റ് ഇന്നോ നാളെ എന്നുള്ള നിലക്ക് നിൽക്കുക പോകാൻ. അപ്പൊ നമ്മളൊന്നും അവിടേക്ക് സുഖവിവരം അന്വേഷിക്കാൻ പോകുക എന്നല്ലാതെ കുറ്റം ചെയ്തിട്ട് പോണ്ടി വരില്ല. മുസ്ലിം ലീഗിന് സാമ്പത്തിക കുറ്റം ഹലാലാണ്, ഹറാമല്ല. സാമ്പത്തിക കുറ്റത്തിന് ജയിലിൽ കിടന്ന പാർട്ടി നേതാക്കൾക്കെതിരെ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു. ലീഗിൽ ഇന്നോളം സാമ്പത്തിക കുറ്റത്തിന് പുറത്താക്കപ്പെട്ട ഒരാളുണ്ടോ? MC കമറുദ്ദീൻ മാസങ്ങളോളം ജയിലിൽ കിടന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ആൾക്കാരെ പറ്റിച്ചതിനാണ്. ബിസിനസ് ഷെയർ കൂട്ടിയിട്ട്. ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ഭാരവാഹി KSA തങ്ങൾ ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹം മാസങ്ങളായിട്ടിപ്പോൾ ജയിലിൽ തന്നെയാണ്. ഒരു കേസ് കഴിയുമ്പോൾ വേറൊരു കേസിൽ നേരെ പോവുകയാണ്. ഇന്ന് വരെ MC കമറുദ്ദീനെ പുറത്താക്കിയിട്ടില്ല മുസ്ലിം ലീഗ്. ലീഗിൻ്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും വഞ്ചിക്കപ്പെട്ട ലീഗുകാരായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു പൈസ വാങ്ങിത്തരാമെന്ന്. ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. TP ഹാരിസിൻ്റെ കാര്യം, ലീഗുകാരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇസ്മായിൽ മുത്തേടത്തിൻ്റെ പ്രശ്നം, നമ്മുടെ ഏറനാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ഭൂമി തട്ടിയെടുത്തു എന്ന്. നമ്മളാരുമല്ല, DYFIക്കാരനല്ല പരാതിക്കാരൻ, അയാളെ പുറത്താക്കുക ചെയ്തത്. അപ്പോൾ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ അല്ല കൊടുക്കുന്നത്. ഇത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട്.